കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം 4 ഗേസ്. ഇത് റോഡിൻ്റെ ബാറ്ററിയുടെ കഥയാണ് ഗേസ്. സോ നമ്മളിത് അങ്ങനെ കുറേ പഠിച്ചു കളിക്കാനൊക്കെ. സോ ഇനി നമുക്ക് വേഗം കളിക്കുക ഗേസ്, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഈസി ഇടാം. ഓക്കെ ഗേസ്, ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗേസ്, ഇത് നമുക്കൊന്ന് സ്കിപ്പ് അടിക്കാം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ എസ്കേപ്പ് ആകണം. ഇതിൽ വേറെ എസ്കേപ്പ് ഒന്നുമില്ല കേട്ടോ, ഒരേ ഒരു എസ്കേപ്പേ ഉള്ളൂ. ഓക്കെ, ബെഞ്ച് എടുക്കുക, നമുക്ക് വേഗം കളി തീർക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഈ ഭാഗത്ത് കൂടെ പോകാൻ പറ്റുള്ളൂ, മറ്റോടത്ത് ജാമാണ്. ഞാൻ ആദ്യം പോയി ജമ്മി ഐശ്വര്യമായിട്ട് നമ്മൾ ബോസിനെ കാണും ഗൈസ്. അതൊന്നും അധികം വേണ്ട, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സ്ഥലം ട്രോഫി കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഇങ്ങനെ പോകണു. പുള്ളിക്കാരൻ പിടിക്കാതെ നിന്നാൽ മതി. ഓക്കെ ഗൈസ്, പുള്ളിക്കാരൻ അവിടെ എന്തോന്നും സംഭവമുണ്ട്. ഓക്കെ, നമ്മളിതുവരെയ്ക്കും പുള്ളിക്കാരനെ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരെ പോട്ടെ ഗൈസ്. പിന്നെ നേരെ വീഡിയോ ഇട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളൊക്കെ പോവുക. ഓക്കെ, നമ്മളിങ്ങനെ ചടുന്നു. അയ്യോ ഗൈസ്, ഇവനും ഇവിടെ ഉണ്ടോ? അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ തന്നെ ഷോക്ക് അടിച്ചില്ല. ഇപ്പോൾ ആൾ വരും, ഇപ്പോൾ ഓടിയേ പിന്നെ ജയിക്കാം. ഓക്കെ, നമ്മൾ വേഗം പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടാണ്, ഇങ്ങനത്തെ ഗ്രീൻ ഐസ്ക്രീം കിട്ടി. മോനെ, നമുക്ക് ഗ്രീൻ ഐസ്ക്രീമൊക്കെ കിട്ടി. അയ്യോ ഇവൻ നമ്മളിന്ന് വിടില്ലെന്ന് തോന്നുന്നത് കേസ്. ഇവൻ്റെ ഫാക്ടറിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവൻ്റെ റോബോട്ട്സാണെന്ന് തോന്നുന്നത് കേസ്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സംശയം കേസ്. ഇപ്പോൾ ആൾ പിടിക്കുന്നത് തോന്നുന്നത് കേസ്. കാരണം ഇപ്പോൾ പിടിച്ചവന് നാണക്കേടാവും കേസ്. കാരണം നമ്മുടെ ഇപ്പോൾ വരയ്ക്കും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാക്സിമം നമ്മളിപ്പോൾ വരയ്ക്കും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഗീസ്, നമ്മളാവുമ്പോൾ എന്തിൻ്റെ എന്നൊരു പ്രതീക്ഷ. ഓ ഗീസ്, ആരാണ് ഗീസ് ഇത് കടന്നത്? നമ്മൾ ഇപ്പം തന്നെ കുറച്ചേത്തിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കുനിഞ്ഞൊക്കെ വരുന്നു. കുനിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ബോംബ് കൊള്ളണോടാ. അയ്യോ ഗീസ്, ഇവിടെ വേറെ ഒരുത്തൻ. ഏയ് തുറക്കു വശൻ, കാർപ്പറ്റ് എടുക്കുന്നു. നമ്മൾ നേരെ പോയി പിങ്ക് ഐസ്ക്രീമും കൂടി എടുത്തിട്ട് വരാം കേട്ടോ, അതാണ് നല്ലത്. ഓക്കെ, ഇനി നേരെ പോകും. ഇനി നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരനെ കുറച്ച് പേടിക്കണമെന്നുണ്ട്. ഓക്കെ, അയ്യോ അടുത്ത ഡോർ തുറക്കൂ. പിന്നെ അല്ല, നമ്മൾ ഈ ഡയറക്റ്റ് വീണ്ടും ഗ്യാരേജിക്ക് തന്നെ പോകേണ്ടത്. ഗ്യാരേജ് നല്ലത്, വേറെ പണിയൊന്നുമില്ല ഗീസ് നമുക്ക്. ഓക്കെ, പിന്നെന്താ കാര്യം ഗീസ്, പുള്ളിക്കാരുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ വരേണ്ടതാണ് പുറത്തേക്ക്. അങ്ങനെ വരാത്തൊരാളൊന്നും അല്ല. ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ എപ്പോഴെങ്കിലും ആൾ വരും. ഒന്നില്ലെങ്കിൽ ആ ഭാഗത്തേക്ക്, ഇല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക്. കൺഫ്യൂഷൻ ആയല്ലോ ഗൈസ്.
പുള്ളി ഏത് ഭാഗത്തേക്ക് വരും? ഏത് ഭാഗത്തേക്ക് വരും? നമുക്കിൻ്റെ മേലെ നിന്ന് പോയി നോക്കാം. നമ്മുടെ പിങ്ക് ഐസ്ക്രീം നമ്മൾ എടുത്തില്ലായിരുന്നു, അത് നമുക്ക് തപ്പിയിട്ടൊന്ന് ഇട്ട് വരാം. അപ്പോഴേക്കും പുള്ളി അല്ലെങ്കിൽ പുള്ളിക്ക് 2 അടി കൊടുക്കാം എങ്ങനെയെങ്കിലും ഈ ഒരു ഐസ്ക്രീം വെച്ചിട്ട്. പുള്ളി ഇത്ര പെട്ടെന്നൊന്നും വരാനുള്ള സാധ്യതയില്ല മേലെ. സോ നമുക്ക് പുള്ളി ഫുള്ള് പ്രിപ്പയർഡാണ് ഗൈസ്. എപ്പോൾ വരണം, ഏത് സമയത്ത് വരണം എന്നൊക്കെ ഉണ്ട്. സോ അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് നേരത്തിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അപ്പോഴും കിടപ്പായിരിക്കുമല്ലോ, കാരണം ഇപ്പോൾ എണീച്ചിട്ടേ ഉണ്ടാവുള്ളൂ ഗൈസ്. ഓക്കെ, നമ്മുടെ പിങ്ക് ഐസ്ക്രീം അവിടെ കൊണ്ടുപോയി വെക്കാനാണ് നമ്മുടെ പ്ലാന്. പിന്നെ അവിടെ യെല്ലോ ഐസ്ക്രീം അവിടെ തന്നെ ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നല്ല അടിയെന്ന് ഗൈസ്, അത് ഭയങ്കരമായിട്ടുള്ള അടിയെന്ന്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല ഗൈസ്. പിന്നെ ഗൈസ് നമ്മളൊക്കെ ഇങ്ങനെ ആര് ഓക്കെ നമ്മുടെ യെല്ലോ ഐസ്ക്രീം ഇവിടെ ഇല്ല, എവിടെയോ ഗൈസ്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും ആവണം ഗൈസ്, അതാണ് സംഭവം. 2/3 പ്ലേസ് ചെയ്തു ഗൈസ്. നമ്മുടെ ഐസ്ക്രീം എവിടെ ഉണ്ടോ? ഇവിടെയുണ്ടോ? എവിടെയും കാണാനില്ല ഗൈസ്. ആ ഒരു കുഞ്ഞു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ ഇട്ട് തരുന്നത്. സാധാരണ ഈ ഒരു വാഷ് ബേസിനും ഉണ്ടാവാറുണ്ട് ഈ ഒരു ടോയ്ലറ്റിൽ. ഓ ഗൈസ്, ഞാൻ അത് ഓടാന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഐസ്ക്രീമും കിട്ടിയിരിക്കുന്നു, യെല്ലോ ഐസ്ക്രീം. ഈ റോഡ് മിനി റോഡിന് ഇവർക്കൊന്നും വേറെ പണിയില്ല ഗൈസ്, നമ്മളെ ടോർച്ചർ ചെയ്യാതല്ലേ. ഒന്ന് ചോക്കടിക്കണോ, ചോക്കടിക്കണോ? ആവൂ. നമുക്കിനി അടുത്ത കോൾ എന്താ? നമ്മളിങ്ങനെ നേരെ പോയിട്ട് ഐസ്ക്രീം വെക്കുന്നു, അപ്പോഴേക്കും പുള്ളി വരുന്നു. നമുക്കിനി വേറെ പണിയൊന്നുമില്ല ഗൈസ്, ഇങ്ങനെ തന്നെ പോകണം ഗൈസ്. പുള്ളിക്കാരന് എങ്ങനെയൊക്കെ വരണമെന്ന് പുള്ളിക്കാരന് തന്നെ അറിയില്ല, അതാണ് കുഴപ്പം. ഇപ്പോൾ തന്നെ പെട്ടേന്നു ഗൈസ്, ഇപ്പോൾ തന്നെ പുള്ളി പിടിച്ചേന്നു. എന്തായാലും ജസ്റ്റ് മിസ്, കുഴപ്പമില്ല. ഓ ഗൈസ്, ഈ മിനി റോഡ് ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനെ കയറേണ്ട അവസ്ഥ വന്നു. കേൾക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ സെറ്റായി. ഇനി നമുക്ക് ആവക്കൂടി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്കിനി വീണ്ടും ഇവരെങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ വിളിക്കണം ഗൈസ്, അതാണ് ഇവർക്ക് വേണ്ടത്, വേറെ ഒന്നും തന്നെ വേണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഗണ്ണ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചുയിങ്കമ്മൊന്ന് ഐശ്വര്യമായിട്ട് എടുക്കാം. ചുയിങ്കമ്മ് സെറ്റായി. അങ്ങനെ നമ്മുടെ ചുയിങ്കമ്മ് സെറ്റായി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഗണ്ണ് മേലെ കൊണ്ടുപോയി നമുക്ക് ഇട്ടിട്ട് ചുയിങ്കമ്മ് എടുക്കാം. ഓ ഗൈസ്, ഇവരിപ്പം തന്നെ ഷോക്ക് അടിപ്പിക്കുമല്ലോ. നമുക്കിനി നമ്മുടെ ചുയിങ്കമ്മ കൂടി ഇട്ട് വരാം. അയ്യോ ഗൈസ്, ഇവിടെ ഇല്ല എന്നുള്ള വഴി. ഇങ്ങനെ പോയിട്ട് ഗൈസ്, ഇവരൊക്കെ എന്താണ് ഗൈസ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? പോവാൻ പോലും വിടുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, അവൻ അവിടെ തന്നെ കഴിഞ്ഞു ഗൈസ്. എവിടെ പോയി നമ്മുടെ ചുയിങ്കം? സൂപ്പർ സ്റ്റിക്കി ഗം. ഇതാണ് ഗൈസ് നമ്മുടെ ഐസ്ക്രീം ഫാക്ടറി ഗൈസ്. ഇനി ഇതാണ് നമ്മുടെ ഒരു ബ്ലൂ പ്രിൻറ്റ് ഐസ്ക്രീം ഫാക്ടറിയുടെ. എല്ലാവരും കണ്ടു ഗൈസ്, ഇതാണ് പാർക്കിംഗ് ഏരിയ ഗൈസ്. പാർക്കിംഗ് ഏരിയ തന്നെ ഐസ്ക്രീമാണ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് നമ്മുടെ ഇത് കിട്ടിയില്ല കേട്ടോ, അതിൻ്റെ പേരെന്നായിരുന്നു ഈ ഒരു സംഭവം. അതും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയും
ഗൈസ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്തേക്ക് എത്തുള്ളൂ ഗൈസ്. റിസപ്ഷൻ ഇവിടെ തന്നെയാണ് ഇവിടെ കിടക്കണേ ഗൈസ്. അവൻ ആളിനെ എളിപ്പിക്കുന്നത് തോന്നുന്നു ഗൈസ് ഇപ്പം തന്നെ. എന്നാ ചെയ്യണം എന്നൊക്കെ. സോ ഗൈസ് നമുക്കിനി കുറച്ചും കൂടി കാര്യമുണ്ട്. നമ്മുടെ ഇനി ക്രോ ബാറും പിന്നെ ഏണിയൊക്കെ എടുത്തിട്ട് വരണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ എത്തി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആണ്. ഓക്കെ നമ്മൾ ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനി ഇത് ഇട്ട് വരാം. അയ്യോ എന്നെ ഒന്ന് വിടടേ. ഓക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് ഇനി ഇത് പിന്നെ ഇനി നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് ക്രോബാർ എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ് നമ്മൾ ക്രോബാർ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇവനിവിടെ തന്നെ കിടന്നോട്ടെ, നമുക്ക് യൂസ്ഫുള്ളാണ് അവനവിടെ കിടക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ വാതിൽ വന്നിട്ട് ഓക്കെ ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല. നീ നേരെ ഇത് കൂടെ ഇറങ്ങുക. അയ്യോ നമ്മളിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പം നമ്മളെ പിടിക്കുകയെ. ഓക്കെ ഗൈസ് ആളെന്തായാലും ഇവിടെ ഉണ്ടാവുന്ന 1% ചാൻസ് ഉള്ളൂ. 1% ഗൈസ്. ഈ ആളിപ്പോൾ ഇവിടെ തന്നെ കിടപ്പാണ് കേട്ടോ ഗൈസ്. സൂപ്പർ പൊളി. എത്ര നേരമായി നമ്മൾ വീഴ്ത്തിയിട്ട് ഗൈസ്. മാക്സിമം കുറേ നേരമായിട്ട് ആളവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയർ കൂടി ഇട്ട് വരാം. അതെവിടെയാണ് അത് ഞാൻ സത്യം പറഞ്ഞാൽ വന്നു പോയിട്ടു. അത് എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് കിട്ടി നമ്മുടെ റിസപ്ഷൻ്റെ അടുത്ത് തന്നു. യെസ് നമുക്കെല്ലാം തന്നെ വഴി ഇങ്ങനെ ശരിയായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഇവിടെയായിരുന്നു നമ്മുടെ സംഭവം. അയ്യോ ഓക്കെ നമുക്ക് ഇത് കിട്ടി. ഇനി നമ്മൾ നേരെ പോവാം. ഇനി പണി അധികം ഇവിടെയല്ല കേട്ടോ. ഇത് നമുക്ക് പണിയൊക്കെ വേറെ സ്ഥലത്താണ്. ഇവരൊന്നും പോയിട്ടേ ഇല്ല മിസ്. നമുക്ക് കിട്ടി. യെസ് ഓക്കെ ഇനി നമ്മൾ നേരെ നമ്മുടെ മേലേക്കൊന്ന് പോട്ടെ. ഇനി ഗൈസ് നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് തോന്നുന്ന കൂട്ടുകാരനെ കാര്യം നമ്മളെല്ലാം തന്നെ ചെയ്തു. സ്റ്റിക്കി ഗമ്മ അവിടെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം തന്നെ അവിടെ റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ കയറി നമ്മളങ്ങനെ ഒക്കെ ഗിസിന് നമ്മൾ സ്റ്റിക്കി ഗമ്മ നിൽക്കണ്ടേ. 1 2 3 പിന്നെ 4 ഗൈസ്. പിന്നെ ഈ ഒരു കാർപ്പറ്റ് എടുക്കണം. പിന്നെ ഇത് വന്നിട്ട് ഒട്ടിച്ച് വെക്കണം.
ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതെടുക്കണം. എന്നിട്ട് ബോർസ് നോക്കിയിട്ട് ഒറ്റ വെടി. ബോസ് എന്നെ പിടിക്കാൻ വരുന്നോടാ. അത്രയല്ലോ ഗൈസ്, ശമ്പവും തീർന്നു. നമ്മുടെ ഫയർ എക്സ്റ്റീനോ അതിൻ്റെ മേലെ തന്നെ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. നേരെ അടച്ചോ, നമ്മുടെ കണ്ണുകൂടെ ഇട്ടോ, അമർത്ത് തന്നെ അങ്ങനെ തുറന്നു വിട്ടിടോ എല്ലാവരെയും. രക്ഷിച്ചു എല്ലാവരെയും. ഇറങ്ങി വരും എല്ലാവരും. ഓക്കെ, ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ ഇവൻ തന്നെ വന്നു. ഗെറ്റ് ബാക്ക് ഹിയർ. ഓക്കെ, ഗൈസ് അത് ജസ്റ്റ് മിസ് ചെയ്യുന്നു ഗൈസ്. അയ്യോ ഗൈസ്, തീരത്തില്ല ഗൈസ്. ഭയങ്കര വലിയ ലവ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, നമ്മളൊക്കെ ആകെ തളർന്നു ഗൈസ്. ഇവരെയൊക്കെ രക്ഷിച്ചിട്ട് ഇവർ പോയിട്ട് ഓരോരോ കെടിയിൽ ഇങ്ങനെ പെട്ടോണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ ഐസ്ക്രീം 1 ഐസ്ക്രീം 3 കംപ്ലീറ്റ് ചെയ്തിട്ടു. അത് കണ്ടില്ലെങ്കിൽ കാണുക. ഇത് കണ്ടിന്യൂ അതർ ഗെയിംസ് കണ്ടപ്പോഴാണ് നമ്മളെന്നെ ഓർമ്മ വന്നേ. നമ്മളവിടെ നിന്നിട്ട് ഇവരെ രക്ഷിച്ചിട്ട് പാടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ പണിയും ചെയ്തു. ഈ ഐസ്ക്രീം 5 നമ്മൾ കളിക്കും ഗൈസ്. നമ്മുടെ മൈക്കിനെ രക്ഷിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ബൈ.